ഹലോ, നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. DSLR ക്യാമറയിൽ ഉപയോഗിക്കുന്ന വിവിധ തരം ലെൻസുകൾ, നിങ്ങൾ ടെലിഫോട്ടോ ലെൻസ്, സൂം ലെൻസുകൾ അഥവാ കിറ്റ് ലെൻസുകൾ എന്ന് കേട്ടിട്ടുണ്ടാവും. എന്താണ് ഇതൊക്കെ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ നേരത്തെ ചെയ്ത DSLR ബേസിക്സിനെ കുറിച്ചുള്ള ട്യൂട്ടോറിയൽ കാണാത്തവർ ഇവിടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, കാണുക. വെൽക്കം ടു അവർ ചാനൽ ഫുഡ് ഫോട്ടോ വാക്ക്. DSLR ക്യാമറയിൽ അല്ലെങ്കിൽ ലെൻസ് മാറ്റിയിടാവുന്ന ഒരു ക്യാമറയിൽ നമ്മൾ വിവിധ തരത്തിലുള്ള ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായി ഇതിനെ രണ്ട് തരത്തിലാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് പ്രൈം ലെൻസുകൾ, രണ്ട് ടെലിഫോട്ടോ ലെൻസുകൾ അല്ലെങ്കിൽ സൂം ലെൻസുകൾ. പ്രൈം ലെൻസുകളെ കുറിച്ച് നമ്മൾ നേരത്തെ ചെയ്തൊരു വീഡിയോയുടെ ലിങ്ക് ഇവിടെ വരുന്നുണ്ട്, എല്ലാവരും കാണുക. എന്താണ് പ്രൈം ലെൻസുകളും സൂം ലെൻസുകളും തമ്മിലുള്ള വ്യത്യാസം? ഒരു ഫിക്സഡ് ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസുകളെയാണ് പ്രൈം ലെൻസുകൾ എന്ന് പറയാറ്. അതുപോലെ തന്നെ സൂം ലെൻസുകൾ എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ചേഞ്ച് ചെയ്യാവുന്ന ലെൻസുകളാണ് സൂം ലെൻസുകൾ എന്ന് പറയുന്നത്. ഫോക്കൽ ലെങ്തിൻ്റെ അടിസ്ഥാനത്തിൽ സൂം ലെൻസുകൾ പലതരത്തിലുണ്ട്. വൈഡ് ആംഗിൾ ലെൻസുകൾ, അൾട്രാ വൈഡ് ആംഗിൾ ലെൻസുകൾ എന്നിങ്ങനെയൊക്കെ. ആദ്യമായി നമുക്കൊരു പ്രൈം ലെൻസ് എന്താണെന്ന് നോക്കാം. അത് സൂം ഇൻ ചെയ്യാനോ അതുപോലെ തന്നെ സൂം ഔട്ട് ചെയ്യാനോ കഴിയില്ല. ഫോർ എക്സാമ്പിൾ 35mm, 50mm, 85mm എന്നിങ്ങനെയൊക്കെ. ഇനി സൂം ലെൻസുകൾ ഒരു ഫോക്കൽ ലെങ്തിൽ നിന്നും മറ്റൊരു ഫോക്കൽ ലെങ്തിലേക്ക്, ഒരു കൂടിയ ഫോക്കൽ ലെങ്തിലേക്ക് ചേഞ്ച് ചെയ്ത് ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ സൂം ചെയ്ത് ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന ലെൻസുകളെയാണ് സാധാരണയായി സൂം ലെൻസുകൾ എന്ന് നമ്മൾ പറയാറ്. ഉദാഹരണമായി എൻ്റെ ഈ കയ്യിരിക്കുന്ന ലെൻസ് അതൊരു സൂം ലെൻസാണ്. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് 55 to 200 mm ആണ്. ഇത് നിക്കോണിൻ്റെ DX ഫോർമാറ്റ് ക്യാമറകളിൽ ഉപയോഗിക്കുന്ന ഒരു ലെൻസാണ്. ഈ ലെൻസിൻ്റെ ഒരു പ്രത്യേകത, ഇത് 55 mm മുതൽ നമുക്ക് 200 mm വരെ സൂം ചെയ്യാം. ഇങ്ങനെ തിരിച്ച് സൂം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ഒരു സൂം ലെൻസിനെ കുറിച്ചാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു കിറ്റ് ലെൻസിനെ കുറിച്ചാണ്. അതായത് ഒരു കിറ്റ് ലെൻസ് ഒരു സൂം ലെൻസാണ്. എന്താണെന്ന് മനസ്സിലാക്കാൻ ചെറിയ പ്രയാസം ഉണ്ടാകും അല്ലേ? കിറ്റ് ലെൻസ് എന്ന് സാധാരണ പറയുന്നത് ഒരു ക്യാമറയുടെ ബോഡി വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ക്യാമറ വാങ്ങുമ്പോൾ നമുക്ക് ഒപ്പം കിട്ടുന്ന ലെൻസാണ്. സാധാരണയായി ഇത് ഒരു 1855 mm ലെൻസ് ആയിരിക്കും. അതായത് 18 mm മുതൽ 55 mm വരെ സൂം ചെയ്യാൻ കഴിയുന്ന ഒരു സൂം ലെൻസ് കൂടിയാണ് ഒരു കിറ്റ് ലെൻസ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് നിക്കോണിൻ്റെ 1855 mm ലെൻസാണ്. ശരിക്കും ഇതൊരു വൈഡ് ആംഗിൾ ലെൻസാണ്. താരതമ്യേന നല്ല രീതിയിൽ തന്നെ ഈ കിറ്റ് ലെൻസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും. ഇത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇങ്ങനെ തിരിച്ച് 18 mm മുതൽ നമുക്ക് സൂം ചെയ്ത് 55 mm വരെ നമുക്ക് സൂം ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ കിറ്റ് ലെൻസിനെ പരിചയപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാകും, എന്തിനാണ് ഒരു പ്രൈം ലെൻസ് വാങ്ങുന്നത് എന്ന്. അല്ലെങ്കിൽ ഒരു കിറ്റ് ലെൻസോ അല്ലെങ്കിൽ സൂം ലെൻസോ ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കില്ലേ, പിന്നെ എന്തിനാണ് നിങ്ങളൊരു പ്രൈം ലെൻസ് വാങ്ങുന്നത് എന്ന്. എന്താണ് പ്രൈം ലെൻസിന് ഒരു സൂം ലെൻസിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വൈഡ് ആംഗിൾ ലെൻസിൽ നിന്നോ ഉള്ള വ്യത്യാസം? ഒരു പ്രൈം ലെൻസിൻ്റെ പ്രത്യേകത അതിൻ്റെ അപ്പർച്ചർ വലുതായിരിക്കും എന്നാണ്. അതായത് കൂടുതൽ ലൈറ്റ്, വെളിച്ചം കുറവുള്ള സാഹചര്യങ്ങളിൽ പോലും കൂടുതൽ ലൈറ്റ് സെൻസറിലേക്ക് എത്തുകയും വളരെ നല്ല രീതിയിൽ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബൊക്കെ എഫക്റ്റ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് കൂടുതൽ ഡെപ്ത് ഓഫ് ഫീൽഡ് നൽകി ചിത്രങ്ങൾ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ. ഇങ്ങനെയുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ ക്രിയേറ്റീവായി ഫോട്ടോഗ്രാഫി ചെയ്യുന്നതിന് നമുക്ക് പ്രൈം ലെൻസ് ഉപകരിക്കും. എന്തായാലും ഈ മൂന്ന് ലെൻസുകളെ കുറിച്ചും, അതായത് ഒരു വൈഡ് ആംഗിൾ ലെൻസ്, ഒരു പ്രൈം ലെൻസ്, ഒരു സൂം ലെൻസ്, ഇവ മൂന്നും ഉപയോഗിച്ച് നമുക്ക് കുറച്ച് ചിത്രങ്ങൾ എടുത്ത് നോക്കാം. മൂന്ന് ചിത്രങ്ങളിലും ഉണ്ടാകുന്ന വ്യത്യാസം എന്തൊക്കെയാണെന്ന് നമുക്ക് ചില ചിത്രങ്ങൾ കണ്ടു തന്നെ നേരിട്ട് തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് നിക്കോണിൻ്റെ ഒരു കിറ്റ് ലെൻസാണ്. അതായത് 1855 mm കിറ്റ് ലെൻസാണ്. ഇതൊരു കുറച്ച് വൈഡ് ആംഗിൾ ലെൻസാണ്. നിങ്ങൾക്ക് ചിത്രം ഇത് ഫ്രെയിം കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിൻ്റെ വൈഡ് ആംഗിൾ. അതായത് ഏകദേശം ഈ ലെവൽ തൊട്ട് ഈ ലെവൽ വരെ വൈഡായിട്ടുള്ള ഒരു ഏരിയയാണ് ഇതിനകത്ത് ഇവരുടെ ഫ്രെയിമിൽ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ 18 mm നമുക്കിത് 55 mm സൂം ചെയ്യാൻ സാധിക്കും. അപ്പർച്ചറിൽ വ്യത്യാസമുള്ളതുകൊണ്ടാണ് ലൈറ്റ് കുറച്ച് കുറവായിട്ട് കാണുന്നത്. വൈഡ് ആംഗിൾ ലെൻസാണ് 18 mm. ഇതിൽ താഴെയുള്ള വൈഡ് ആംഗിൾ ലെൻസുകളുണ്ട്. 14 mm ഉണ്ട്. 10 mm ആയിട്ട് കുറേ വൈഡ് ആംഗിൾ ആയിട്ട് കുറേ ഏരിയ കവർ ചെയ്യുന്ന ലെൻസുകളുണ്ട്. ഇപ്പം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നിക്കോണിൻ്റെ 50 mm ആയിട്ടുള്ള ഒരു 50 mm ഉള്ള ഒരു പ്രൈം ലെൻസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് ഫിക്സ്ഡ് ആണ്. ഇതിലേക്ക് സൂം ഇൻ ചെയ്യാനോ അല്ലെങ്കിൽ സൂം ഔട്ട് ചെയ്യാനോ ഒന്നും കഴിയില്ല. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് നിക്കോണിൻ്റെ തന്നെ 55 to 200 mm ലെൻസാണ്. ഇതൊരു ടെലിഫോട്ടോ ലെൻസാണ് അല്ലെങ്കിൽ ഒരു സൂം ലെൻസാണ്. അതായത് ഇതിൻ്റെ 55 mm തൊട്ട് നമുക്ക് ഇങ്ങനെ തിരിച്ച് സൂം ചെയ്ത് 200 mm വരെ വസ്തുക്കളുടെ ചിത്രങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കും. പക്ഷികളുടെയൊക്കെ ചിത്രങ്ങൾ എടുക്കാനൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് ഈ ലെൻസ് വളരെ ഉപകാരപ്പെടുന്ന ലെൻസാണ്. ഇതിനപ്പുറത്തേക്കും 400 mm 600 mm ഒക്കെ ലെൻസുകൾ ഉണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ലെൻസുകൾ ഇത്തരത്തിലുള്ള ലെൻസുകളാണ്.
അപ്പോൾ ഈ ചിത്രങ്ങൾ പരിശോധിക്കുന്ന വഴി നമുക്ക് ഈ 3 ലെൻസിലും ഫോട്ടോ എടുക്കുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. മഴ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചാനൽ ഡിസ്ക്രൈബ് ചെയ്യുക. DSLR തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഒരു വൈഡ് ആംഗിൾ ലെൻസിനെ കുറിച്ച്. അല്ലെങ്കിൽ ഒരു എൻ്റെ തല തേങ്ങ ഞാൻ തുടങ്ങാം. അത് ഉറപ്പായിട്ടും വീഡിയോ കേട്ടോ.